ഇനിയുള്ളത് നമുക്ക് കുട്ടികൾക്കുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ പല ദിവസങ്ങളിലാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ആദ്യം നമ്മൾ തൃശ്ശൂർ സീമാസിലേക്കാട്ടോ പോയത്. അവിടെ നല്ല കളക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും അങ്ങോട്ട് പോയത്. കാരണം അവരുടെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. പക്ഷേ അവിടെ എത്തിയപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു കളക്ഷനായിട്ട് എനിക്ക് തോന്നിയില്ല. അത്രയും നമ്മൾ ഒരു ഇപ്പോൾ ട്രെൻഡിന് പറ്റിയൊരു ഇത്രയും നല്ല ഡ്രസ്സുകളുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞാൻ അവിടുന്ന് തലേ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള മുണ്ട്, കുട്ടാപ്പും ലൂക്കിയും തലേ ദിവസം മുണ്ടും കുർത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 2 പേർക്കുള്ള മുണ്ട് അവിടുന്ന് സെറ്റ് മുണ്ട് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടുന്ന് എടുത്തത് ഡെയിലി വെയറാണ്. ഡെയിലി വെയേഴ്സിനൊക്കെ അവിടെ 50% ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി വെയേഴ്സ് മാത്രമാണ് പിന്നെ ഞാൻ കുട്ടാപ്പിന് എടുത്തത് കേട്ടോ. പിന്നെ തലേ ദിവസത്തിന് മുണ്ടിൻ്റെ ഒപ്പം ഇടാനുള്ള കുർത്ത ഞാൻ അവിടെ നോക്കി, പക്ഷേ സൈസ് ശരിയാവുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വീണ്ടും അതവിടെ നിന്ന് മാറി. പിന്നെ കുട്ടികൾക്ക് വേറെ ഒന്നും അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ നമ്മൾ സാരി നോക്കിയാലോ എന്ന് വിചാരിച്ച് പോയി, പക്ഷേ അതും അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പം ഞാൻ ആ സെറ്റ് മുണ്ടും ഡെയിലി വെയർ മാത്രം കേട്ടോ സീമാസിൽ എടുത്തത്. സീമാസിൽ ഭയങ്കര കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ്, പക്ഷേ ഒന്നും അവിടെ ഞാൻ കണ്ടില്ല. പിന്നെ വീണ്ടും നമ്മളിതാ സൂര്യ സിൽക്സിന് ഞാൻ തിരിച്ചു വന്നു കേട്ടോ, കുട്ടികൾക്ക് ഇടാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ കല്യാണത്തിന്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് കുട്ടാപ്പനും ലൂക്കിക്കും ഒരുപോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതും അവിടെ നിന്ന് കിട്ടിയില്ല. എന്നിട്ട് നമ്മൾ ജയലക്ഷ്മി എന്നാണ് കുട്ടാപ്പന് കല്യാണത്തിന് വേണ്ട സെറ്റ് എടുത്തിട്ടുള്ളത്. പിന്നുള്ളത് സാവി ചേട്ടന് വേണ്ടിയിട്ടുള്ള പർച്ചേസാണ് കേട്ടോ. അപ്പോൾ സാവി ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നാണ് നമ്മൾ പോയത്. അത് കാരണം കട കാലിയായിരുന്നു, ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്കും ബ്ലോക്കൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാവണം, അത്യാവശ്യം വേണ്ട ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ, ഈ സമയത്തൊക്കെ ഇവിടെയൊക്കെ നിറയെ ആൾക്കാരുണ്ടാവേണ്ടതാണ്. അപ്പോൾ തൃശ്ശൂർ പൂരം ആയത് കാരണം ഒറ്റ ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ സാവി ചേട്ടൻ ഓരോ ഡ്രസ്സുകളിങ്ങനെ ട്രയൽ ചെയ്ത് നോക്കുകയാണ്. പിന്നെ ജെൻസിനായാലും ഷർട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കളറ് കിട്ടണം, സൈസ് കിട്ടണം, മെറ്റീരിയൽ, പിന്നെ നമ്മൾ പറയുന്ന റേറ്റ് എല്ലാം വെച്ച് നോക്കുമ്പോൾ സാരി എടുക്കുന്ന പോലെ തന്നെ സമയം നമുക്ക് ഷർട്ടിനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടാപ്പോൾ ആ സമയം കൊണ്ട് അവിടെ ഇരുന്ന പെട്ടികളൊക്കെ ഒതുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഓടിക്കളിച്ച് നടക്കുമായിരുന്നു കുട്ടാപ്പ്. പിന്നെ കുറേ നേരം സാവിചേട്ടൻ ട്രയൽ ചെയ്യാൻ പോയപ്പോൾ സാവിചേട്ടൻ്റെ കൂടെ ട്രയൽ ചെയ്യാനായിട്ട് പോയി. അങ്ങനെ ഷർട്ടൊക്കെ ഒരു വിധം ഒത്തു വന്നപ്പോൾ നമ്മൾ പിന്നെ ജീൻസ് എടുക്കാനായിട്ട് പോയിട്ടോ. അങ്ങനെ ജീൻസിൽ നമുക്ക് ഓഫറുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ജീൻസ് നോക്കി. സാവി ചേട്ടന് വേണ്ടിയിട്ടുള്ള ഡെയിലി വെയേഴ്സും നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു അവർ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. കാരണം തൃശ്ശൂർ പൂരമായ കാരണം എല്ലാ ഹോട്ടൽസും നല്ല തിരക്കായിരുന്നു. നമ്മൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് സീറ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മൾ മീൽസൊക്കെ ഓർഡർ ചെയ്തു, ബിരിയാണി ഓർഡർ ചെയ്തു, പൊറോട്ട അങ്ങനെയൊക്കെ കഴിച്ച് നമ്മൾ വേഗം ഇറങ്ങി. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ലൂക്കാനും കുട്ടാപ്പനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലൂക്കയ്ക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവന്ന ുള്ള സ്ഥിതി ഇതാണ് കേട്ടോ. ആ ഡിസ്പ്ലേയിൽ കാണിച്ചു കൂട്ടാത്തതായിട്ട് ഒന്നുമില്ല. 2 പേരും കൂടി അത് തട്ടിമറിച്ചിട്ടില്ല.